എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ 12 കൊല്ലം മുന്നേ കമ്പനിയെ പറ്റിച്ച് ക്യുങ്ങൂൺ ഇതുവരെ പൈസ കൈക്കലാക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കി എല്ലാം ഇതോടെ അവസാനിച്ചു എന്നും പറഞ്ഞു പോവാണ് ഹോസോക്ക്. കമ്പനി നഷ്ടമാകുമെന്ന് വരുമ്പോൾ ഹോസോക്ക് പിന്നെ നേരെ വരുന്നത് ഗ്യോങ്തയുടെ അടുത്തേക്കാണ്. പണ്ട് ഗ്യോങ്തെ തന്റെ കമ്പനിയെ രക്ഷിക്കാനായിട്ട് അങ്കിളിന്റെ അടുത്ത് വന്ന് കാല് പിടിച്ചതുപോലെ ഗ്രാൻഡ്പയുടെ മകൻ തന്റെ കമ്പനിയെ രക്ഷിക്കാനായിട്ട് കുറച്ച് പൈസയ്ക്ക് വേണ്ടി വരുന്നത് ഗ്യോങ്തയുടെ മുന്നിലോട്ടാണ്. എന്നാൽ പണ്ടത്തെ ആ പക മനസ്സിലുള്ള ഗ്യോങ്തെ അത് കൊടുക്കുന്നില്ല. ഇപ്പൊ കാറിലെ ഗ്യോങ്തയും ഭാര്യയും കൂടെ പോകുന്ന സമയം ക്യുങ്ങൂൺ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയുവാണ് ഭാര്യ. ഒരുമിച്ച് നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് എന്ന് ഭാര്യയുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഹോസോക്കിന് അതൊന്നുകൂടെ ദേഷ്യമാവും. അവനിപ്പോ ക്യുങ്ങൂണിനെ വിളിച്ച് പിന്നെയും ചീത്ത പറയുന്നുണ്ട്. ഇപ്രാവശ്യം മാത്രം ഇന്നൊന്ന് വിശ്വസിക്കും, എല്ലാം നേരെ രീതിയിൽ ഞാൻ കൊണ്ടുവരാന്നൊക്കെ ക്യുങ്ങൂണും പറയുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കാറ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ക്യുങ്ങൂണിന്റെ കാറ് തങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കണ്ട് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് പോയി മറിഞ്ഞ ആ ഒരു ആക്സിഡന്റ് യൂണിന്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിക്കുന്നത്. പെട്ടെന്ന് ധൃതിയിൽ എമർജൻസി വിളിക്കാനായിട്ട് ക്യുങ്ങൂൺ ശ്രമിക്കുന്നുണ്ട്. എന്നാ പക്ഷെ വേണ്ടെന്ന് വെച്ച് ഇവൻ ആ കാറിലേക്ക് വന്നാൽ തൂക്കിയിട്ടിരിക്കുന്ന മാല എടുക്കും. എന്നാൽ ഹോസോക്കിന് ഇപ്പോഴും ജീവനുണ്ടായിരുന്നു. അവൻ ക്യുങ്ങൂണിന്റെ കൈ പിടിച്ച് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുവാണ്. എന്നാ പക്ഷെ ക്യുങ്ങൂൺ അത് കേൾക്കില്ല. അങ്ങനെ ഇപ്പോ അറിഞ്ഞോ അറിയാതെയോ ക്യുങ്ങൂണിന്റെ ഒരു തെറ്റും കൂടിയാണ് യൂണിന്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണം. പ്രസന്റിലെ ഗ്രാൻഡ്പയ്ക്ക് ബോധം പോയ സമയം നോക്കി ഉള്ള ഡോക്യുമെന്റ്സും പെട്ടിയെല്ലാം പെറുക്കി കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് താഴെ കിടന്നിരുന്ന ഗ്രാൻഡ്പ ഇപ്പോ വീടിന്റെ മുന്നിലായിട്ട് നിൽക്കുന്ന കാര്യം കാണുന്നത്. നീ പോവാണോ? വണ്ടി ഓടിച്ചു പോവണ്ട. ഞാൻ ഈയിടെ കുറെ മോശ സ്വപ്നങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ നീ പോയാ എനിക്ക് ചിലപ്പോൾ നിന്നെ തിരിച്ചു കിട്ടില്ല എന്ന പോലെ തോന്നുന്നു. എന്നേക്കുമായിട്ട് എനിക്ക് ചിലപ്പോൾ നിന്നെ നഷ്ടപ്പെടും. നീ പോവണ്ടെന്നും പറഞ്ഞ് ഗ്രാൻഡ്പ ക്യുങ്ങൂണിനെ ഹഗ് ചെയ്യുവാണ്. ക്യുങ്ങൂണിന്റെ ഗ്രാൻഡ്പ ഹോസോക്കിന്റെ പേരാണ് വിളിക്കുന്നത്. അതായത് ഗ്രാൻഡ്പയ്ക്ക് വീണ്ടും മറവി സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അച്ഛനെ പോലെ കണ്ടൊരു വ്യക്തിയല്ലേ. ഒരു നിമിഷം ക്യുങ്ങൂൺ പതറി പോകുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ജിവോണിന്റെ വണ്ടി വരുന്നത് കാണുമ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ക്യുങ്ങൂൺ. അത് കാണുന്ന ജിവോൺ അവന്റെ പിറകെ തന്നെ പോകും. ഇപ്പൊ യൂൺ നേരെ ഓടി ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പോയി ഹോസോക്ക് പോയി എന്നും പറഞ്ഞിരിക്കുവാണ് ഗ്രാൻഡ്പ. യൂണിന് മനസ്സിലാകും ഗ്രാൻഡ്പ സ്വബോധത്തിലല്ലെന്ന്. എല്ലാം ഓക്കെ ആകൂന്നും പറഞ്ഞ് അവള് ഗ്രാൻഡ്പയെ സമാധാനിപ്പിക്കും. ഇവിടെ ജിവോണിനാണെങ്കിൽ കുറെ പിറകെ കിടന്നോടി ലാസ്റ്റ് ക്യുങ്ങൂണിനെ തന്റെ കൈ കെട്ടും. കെട്ടാകുമ്പോൾ ഗ്രാൻഡ്പയുടെ അവസ്ഥ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. തുടക്ക സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അത് മാറാവുന്നതേ ഉള്ളൂ. കുറച്ച് മെഡിസിൻസിലൂടെയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും നമുക്കത് മാറ്റിയെടുക്കാമെന്ന് പറയുവാണ് യൂണിനോട് ഡോക്ടർ. ഇപ്പൊ നിങ്ങളുടെ കൂടെ റിലേറ്റീവ്സ് ആരും വന്നിട്ടില്ല എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയാനായിട്ട് യൂൺ തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് പുറത്തു നിന്ന് ഗ്യോങ്തെ ഞാനുണ്ടെന്നും പറഞ്ഞ് അകത്തേക്ക് വരും. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫാമിലി ആകാൻ പോകുന്ന ആളുകളാണ്. പുള്ളിയെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ചോദിച്ച് ഇവിടെ വന്നു നിന്ന് ചെയ്ത സഹായത്തിനൊക്കെ യൂണിപ്പോ താങ്ക്സ് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് യൂണിനെ സമാധാനിപ്പിക്കുവാണ് ഗ്യോങ്തെ. ഇപ്പൊ ഇന്നലെ ക്യുങ്ങൂണിനെ പിടിക്കാൻ പോയി ചെറിയ പരിക്കുകൾ ജിവോണിനും പറ്റിയിട്ടുണ്ട്. ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന യൂണിനെ കാണുമ്പോൾ അവളെ ആശ്വസിപ്പിക്കുവാണ് ജിവോൺ. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇവർ വീട്ടിലോട്ട് വരും. ഗ്രാൻഡ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പിനും ജിവോണും യൂണും മൂൺസും ഉണ്ട്. അവരൊരുമിച്ച് ജോഗിങ്ങിന് പോവും. ഇപ്പൊ മൂൺസുവിന്റെ ട്രെയിനി പീരീഡ് കഴിഞ്ഞിരിക്കുവാണ്. അവൻ സ്റ്റുഡൻസിനോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങും. ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് തിരക്കുന്ന യൂണിനോട് താൻ വീണ്ടും സ്വിമ്മിങ്ങിലേക്ക് ഇറങ്ങുകയാണ് എന്ന കാര്യം പറയുവാണ് മൂൺസു. മെഡൽസ് വാങ്ങിക്കൂട്ടാനൊന്നുമല്ല, ജസ്റ്റ് അവന്റെ സന്തോഷത്തിന്. സ്വിമ്മിങ്ങിലാണ് മൂൺസുവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക. ഇപ്പൊ യൂണിനോടും യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പായി പണ്ട് ഇവര് രണ്ടുപേരും കൂടെ ഒരു ഗെയിം വെച്ചതിൽ മൂൺസ് ജയിച്ചപ്പോൾ തന്റെ ഏതെങ്കിലും ഒരു വിഷ് ചോദിക്കുമ്പോൾ അത് നടപ്പാക്കി തരണമെന്ന് യൂണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പോകുന്നതിന് മുമ്പ് ആ വിഷ് മൂൺസ് ചോദിക്കും. അത് അവസാനമായിട്ട് യൂണിന്റെ അടുത്ത് നിന്നൊരു ഹഗ്ഗായിരുന്നു. അങ്ങനെ അവളോടും യാത്ര പറഞ്ഞ് അവൻ ആ നാട്ടിൽ നിന്ന് പോകും. ഇവിടെ സോണയാണെങ്കിൽ ദേഹോട് സംസാരിക്കാൻ വേണ്ടി ഒരു സമയം നോക്കി നടക്കുവാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് ദേഹം വന്ന് നമുക്ക് ഡിന്നർ ഒരുമിച്ച് കഴിക്കാന്ന് പറയും. ലോട്ടറി അടിച്ച പോലെയായിരുന്നു അത് കേൾക്കുമ്പോൾ സോണയ്ക്ക്. ഇവരിങ്ങനെ ചിരിച്ചു കളിച്ച് പോകുന്നത് നോക്കി വിഷമിച്ചിരിക്കുന്ന ഹേസുവിനോട് എന്താ അവര് രണ്ടുപേരെ റിലേഷൻഷിപ്പിലാകുമെന്ന് ഓർത്ത് അപ്സെറ്റ് ആയിട്ടിരിക്കുവാണോ നീ എന്ന് വന്നിപ്പോ അസ്ഥാനത്ത് കയറി ഹീസോക്ക് ചോദിക്കുമ്പോൾ നിനക്ക് ശരിക്കും എന്താ പ്രശ്നം? എന്തിനൊരു തലവേദനയായിട്ട് നീ ചുമ്മാ എന്റെ പിറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് എപ്പോഴും നിന്റെ കൂടെ നടക്കണമെന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കും ഹീസോക്ക്. എന്നേക്കാൾ താഴെ മാർക്ക് വാങ്ങുന്ന ഒരാളെ ഞാനെങ്ങനെ ഇഷ്ടപ്പെടാനാ? അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം തൊട്ട് ഞാൻ മാർക്ക് വാങ്ങാം. എന്റെ മാർക്ക് കൂടിയാ നീ എന്നെ ഡേറ്റ് ചെയ്യണം. ഇനിയിപ്പോ നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് തുറന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ നിന്നെ ശല്യപ്പെടുത്തി പിറകെ നടക്കില്ല എന്ന് ഹീസോക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറിയിട്ട് ഹേസു ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, മാർക്ക് കൂടോന്ന് നോക്കാന്ന് പറയും. അതായത് ഇവൾക്ക് ഇവനെ ഇഷ്ടമാണ്, തുറന്ന് പറയാനൊരു മടി. ഇവിടെ സോണയും കൊണ്ട് റെസ്റ്റോറന്റിൽ വന്ന ദേഹം നിനക്കറിയാലോ ഹേസു എന്റെ മോളാണ്, എനിക്ക് അവൾക്കൊരു നല്ല അച്ഛനാവണം. ദേഹോക്ക് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് സോണയ്ക്ക് മനസ്സിലാകും. കാര്യം തിരക്കുമ്പോൾ എന്തോന്ന് പറയുന്നുണ്ട്, അത് നമ്മളെ കാണിക്കുന്നില്ല. കട്ടാകുമ്പോൾ ക്യുങ്ങൂൺ ആണെങ്കിൽ ഇപ്പൊ ജയിലിലാണ്. അവനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഗ്രാൻഡ്പ. നിന്റെ പാരന്റ്സ് മരിച്ചപ്പോൾ നിന്നെ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമാക്കണം, നിന്റെ പാരന്റ്സിന് നല്ലൊരു അന്ത്യയാത്ര നൽകണം, ഇത്ര മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിന്നെ ഞങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി വാശി പിടിച്ചത് ഹോസോക്ക. നിന്നെ പറഞ്ഞു വിടല്ലേന്നും പറഞ്ഞ് അവൻ എന്നോട് കരഞ്ഞു. എന്നാൽ അത് ഞാൻ കേൾക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഗ്രാൻഡ്പയെ അച്ഛാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ക്യുങ്ങൂൺ. എന്നെ നീ ഇനി അങ്ങനെ വിളിക്കരുത്, ഞാൻ ഇനി തൊട്ട് നിന്റെ അച്ഛനല്ല,
എന്ന് ഗ്രാൻഡ് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കുക, അച്ഛൻ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നു, അതെനിക്ക് തിരിച്ചു തരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് ആർത്തി കൂടിപ്പോയി. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി അച്ഛൻ്റെ സ്വന്തം മകനായിട്ട് മാറണമെന്നാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിന്നെയോ ഹോസോക്കിനെയോ ഞാൻ ഒരിക്കലും വേറിട്ട് കണ്ടിട്ടില്ല. നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എത്ര തന്നെ ഞാൻ നിന്നെ വെറുത്താലും എനിക്ക് നിന്നെ എൻ്റെ മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എൻ്റെ ആ സ്വഭാവത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതെന്നും പറഞ്ഞ് ഗ്രാൻഡ് പോകും. ഗ്രാൻഡ്പയുടെ കൂടെ ക്യുങ്ഹുനെ കാണാൻ വേണ്ടി കൂട്ടു വന്നിട്ടുണ്ടായിരുന്നത് ഗ്യോങ്തെ ആയിരുന്നു. തന്നെ മരിക്കുന്നതിന് മുമ്പ് ഹോസോക്ക് കാണാൻ വന്ന കാര്യവും പൈസ ചോദിച്ച കാര്യവും എന്നാൽ അവനെ താൻ ഹെൽപ്പ് ചെയ്യാതെ ആട്ടി ഒഴിച്ച കാര്യവും പറഞ്ഞ് ഗ്യോങ്തെ ഇപ്പോൾ ഗ്രാൻഡ്പയോട് ക്ഷമ ചോദിക്കും. അവന്റെ ആക്സിഡന്റിന് ശേഷം ഞാൻ ഒരുപാട് പേടിച്ചുപോയി, ഇതെല്ലാം എന്റെ തെറ്റാണെന്ന് ഓർത്തു. എന്നെ ഇങ്ങനെയാക്കിയത് താനാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വെറുത്തു. എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മുടെ ഈ തലമുറ കൊണ്ടില്ലാണ്ടാവും, നമ്മുടെ മക്കളുടെ ഇടയിൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഇവർക്കിടയിലുള്ള കാലങ്ങളായിട്ടുള്ള തർക്കം ഇവർ അവസാനിപ്പിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് വീണ്ടും ഇവരടി തുടങ്ങും. ഇപ്രാവശ്യം യൂണിന്റെയും ജിവോണിന്റെയും കല്യാണത്തെ ചൊല്ലിയാണ്. ഗ്യോങ്തേക്ക് വളരെ ഗ്രാൻഡായി VIPസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ലക്ഷോറിയസ് ആയിട്ടുള്ള മാരേജ് ഫംഗ്ഷൻ ആണ് വേണ്ടത്. എന്ന ചെലവൊക്കെ ചുരുക്കിയുള്ള ഒരു മാരേജ് ആണ് ഗ്രാൻഡ്പയ്ക്ക് ആവശ്യം. യൂണിനാണെങ്കിലും ഇവരുടെ ഫാമിലിയെ മാത്രം ഉൾപ്പെടുത്തി ചെലവ് കുറച്ചിട്ടുള്ള ഒരു കല്യാണത്തിനോടാണ് താല്പര്യം. യൂണിന്റെ ആഗ്രഹത്തിന്റെ കൂടെയാണ് ജിവോണും നിൽക്കുന്നത്. എന്നാൽ ഇതിന് താൻ ഒരിക്കലും സമ്മതിക്കില്ല, താൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവിടെ കല്യാണമേ നടക്കില്ലെന്നും പറഞ്ഞ് ഗ്യോങ്തെ നിൽക്കുമ്പോൾ ഈ സമയമാണ് ഒരു ഗ്രാൻഡ് എൻട്രി അങ്ങോട്ടേക്ക് വരുന്നത്. ഗ്യോങ്തയുടെ അമ്മ, അതായത് നമ്മുടെ ഗ്രാൻഡ്പയുടെ മുൻ കാമുകി. ഇവർക്ക് വേണ്ടിയാണ് പണ്ട് ഗ്രാൻഡ്പയും ഗ്യോങ്തയുടെ അച്ഛനും തമ്മിൽ വഴക്ക് പിടിച്ചത്. നീ ആരാടെ ഈ കല്യാണം മുടക്കാൻ, ഇത് നിന്റെ കല്യാണമാണോ എന്നും ചോദിച്ച് ഗ്യോങ്തയുടെ വാ അടപ്പിക്കുവാണ് അമ്മ സൂച. എല്ലാം മുൻകൂട്ടി കണ്ട് ജിവോണാണ് ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഗ്യോങ്തയുടെ അമ്മ ഇപ്പൊ മുൻകൈ എടുത്ത് ഈ വിവാഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം യൂണിനും ജിവോണിനും കൈമാറും. കെട്ടാകുമ്പോൾ ജിവോണാണെങ്കിൽ ഇപ്പൊ ഇവരുടെ വെഡിങ് ഫോട്ടോസ് എടുക്കുന്നതിന്റെ പ്ലാനിങ്ങിലാണ്. വളരെ പ്രകാശമുള്ള തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം, ഒരുപാട് പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം. ഇത് കേട്ട് കേൾക്കുമ്പോൾ തന്നെ ചൂടെടുക്കുന്നു എന്നും പറഞ്ഞ് നിൽക്കുവാണ് യു. ഇപ്പൊ എല്ലാം പ്ലാൻ ചെയ്തത് ജിവോണാണെങ്കിലും കറക്റ്റ് സമയത്ത് അവൻ എത്താൻ പറ്റുന്നില്ല. ഒടുക്കത്തെ ട്രാഫിക് ജാം ആണ്. അവസാനം ഒരു കണക്കിന് അവൻ ഫോട്ടോ എടുക്കുന്നിടത്ത് എത്തുമ്പോൾ കാണുന്നത് വളരെ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന യൂണിനെയാണ്. ഇവൻ വൈകി വന്നതിന്റെ ദേഷ്യം മൊത്തം യൂണിനുണ്ട്. എന്നാലും എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ സെറ്റായി. നല്ല പ്രകാശമുള്ള അന്തരീക്ഷം എന്നും പറഞ്ഞ് ഇവ ഫോട്ടോ എടുക്കാൻ പോകുന്ന നിമിഷം തന്നെ അവിടെയാണെങ്കിൽ ഇപ്പോൾ ഇടിമിന്നലോട് കൂടി മഴ പെയ്യുവാണ്. അവരുടെ പ്ലാനിങ് മൊത്തത്തിൽ ചീറ്റിപ്പോയി. ഇവ ജിവോണാണെങ്കിൽ ഡേ ഫ്ലോപ്പ് ആയതിന്റെയാണ്. യൂണാണെങ്കിൽ ഓർക്കും ഇവൻ തന്നോടാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന്. പക്ഷെ അവനോട് തന്നെയാണ് ദേഷ്യം, അവന്റെ പ്ലാനിങ് അല്ലേ. എന്നാൽ ഇപ്പൊ യൂണാണെങ്കിൽ തന്തയായിട്ട് ഇപ്പോഴും കൊച്ചുങ്ങളെ പോലെ പെരുമാറുന്നെന്നും പറഞ്ഞ് ജിവോണിനോടും വഴക്കുണ്ടാക്കി പോവാണ്. കെട്ടാകുമ്പോൾ സ്കൂളിൽ ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. അതിനു മുന്നേ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടും. എന്നാൽ പക്ഷെ തേഹോയും സൂണയും കണ്ടറിയാം അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. സൂൺ എന്തോ ഒരു മെസ്സേജ് തേഹോയ്ക്ക് അയക്കും. അത് കണ്ട ഉടനെ അർജന്റായിട്ടൊരു മാറ്റർ ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ് തേഹോ അവിടെ നിന്നും പോവും. പിന്നാലെ തന്നെ അമ്മ വിളിച്ച് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നും പറഞ്ഞ് സൂണയും ഇറങ്ങും. ഇവരുടെ ഈ ചുറ്റിക്കളി ആരും മനസ്സിലാക്കില്ല എന്നായിരുന്നു വിചാരം. എന്നാൽ ടീച്ചേഴ്സിന് കാര്യം അപ്പോഴേ പിടികിട്ടും. സംഭവം അന്ന് സൂണയെ അവൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയത് തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് രണ്ടാളും ഇപ്പോൾ സീക്രട്ട്ലി ഡേറ്റിംഗിലാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജിഹെ യൂണിനെ വിളിച്ച് മാറി നിൽക്കും. അവൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കാര്യം തിരക്കുന്ന യൂണിനോട് ജിഹെ ഇപ്പോൾ ഉള്ള ധൈര്യം മൊത്തം സംഭരിച്ച് പണ്ടത്തെ കാര്യം പറയും. പണ്ട് യൂണും ജിവോണും തമ്മിൽ പിരിയാൻ കാരണം താനായിരുന്നു എന്നത്, അതുപോലെ തനിക്ക് ജിവോണിനെ ഇഷ്ടമായിരുന്നു എന്നതും. സംഭവം ഇത് ആദ്യം കേട്ടപ്പോൾ യൂണിന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവൾ അത്രയും കൂടുതൽ വിശ്വസിച്ച ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ആരും വിചാരിക്കില്ലല്ലോ. എന്നിരുന്നാലും ജിഹെ ഇപ്പോൾ മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നത് കാണുമ്പോൾ യൂൺ അവൾക്ക് മാപ്പ് കൊടുക്കും. കാരണം ജിഹയ്ക്ക് ഇപ്പൊ ആ തെറ്റ് മനസ്സിലായല്ലോ. ഇപ്പോ ജിവോൺ അന്ന് തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നും തന്നെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും കൂടെ മനസ്സിലാക്കുമ്പോൾ യൂണിന് അവനോടുള്ള സ്നേഹം കൂടുകയാണ്. അവളെ പിണക്കും എല്ലാം മറന്ന് അവന്റെ അടുത്ത് പോയി കിടക്കും. കെട്ടാകുമ്പോൾ അങ്ങനെ സ്കൂളിൽ പുതിയ സെമസ്റ്റർ ആരംഭിക്കുകയാണ്. അതിനു മുന്നേ ക്ലാസ് ലീഡറെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് എഴുന്നേറ്റ് വരാം. അതുപോലെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണമെങ്കിൽ പറയുകയും ചെയ്യാം. ഹേസു ഇപ്പൊ കൈപൊന്നിക്കുന്നുണ്ട്. എന്നാൽ ലീഡർ ആവാൻ വേണ്ടിയിട്ടല്ല, ജോണിന് ആ സ്ഥാനത്തോട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ മറ്റുള്ള കുട്ടികളുടെയും കൂടെ സമ്മതപ്രകാരം ജോൺ ഇപ്പോൾ ക്ലാസ് ലീഡർ ആവുകയാണ്. അവൾക്ക് ഇനി തൊട്ട് ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ദേഷ്യമുണ്ട്. എന്നിരുന്നാലും പണ്ടത്തെ ആ ഒരു കടുംപിടുത്തൊന്നും അവൾക്കിപ്പോൾ ഹേസുവിനോടില്ല. ക്ലാസ് കഴിഞ്ഞ് അവൾ കീസോക്കിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്ത് ചെന്ന് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമെന്ന് ചോദിക്കുമ്പോഴാണ് ഇവന്റെ കൈ ബോൾ കണ്ട് ഇവൻ ഗ്രൗണ്ടിലോട്ട് കളിക്കാൻ പോകണമെന്നുള്ള കാര്യം ഇവൾ മനസ്സിലാക്കുന്നത്. നീ കളിക്കാൻ പോവായിരുന്നല്ലേ, എന്നാ വേണ്ടാന്ന് പറയുന്ന സമയം ബോളും തള്ളി മാറ്റി താൻ വരാന്ന് പറയാണവൻ. ലൈബ്രറിയിലോട്ടാണ് ഇവൾക്ക് പോകേണ്ടത്. എന്റെ വീടിന്റെ അടുത്തൊരെണ്ണം പുതിയത് വന്നിട്ടുണ്ട്, അവിടെ നല്ലതാ, പിന്നെ ഞാൻ നിന്നെ പഠിക്കാനും ഹെൽപ്പ് ചെയ്യാം എന്ന് ഇവള് പറയുമ്പോൾ എന്താ നിനക്ക് ഞാൻ ആ ബെറ്റില് തോറ്റുപോകുമെന്ന് പേടിയുണ്ടോ എന്ന് ചോദിക്കുവാണ് കീസോക്ക്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഹേസ് പോകുമ്പോൾ പിന്നാലെ ഇവനും ചെല്ലും. എന്നാൽ ഇവർ രണ്ടുപേരോട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറിയപ്പോൾ യൂമിയും ചെല്ലുവാണ്. ഇവക്ക് വരാൻ കണ്ട നേരമെന്നും പറഞ്ഞ് ഇവളെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുവാണ് കീസോക്ക്. വഴി വെച്ച് ജോണിനെ കാണുമ്പോൾ ലൈബ്രറിയിലോട്ട് ഇവർ അവളെയും കൂട്ടും. ആദ്യം വരാൻ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്ന അവളെ കൈയോടെ പൊക്കിക്കൊണ്ട് പോവാണ് ഇവര്. ഇവിടെ വീട്ടിലെ ഗ്രാൻഡ് പിയും ഗ്യോങ്തയുടെ അമ്മയും കൂടെ ഒഴിവ് സമയങ്ങളിൽ ഓരോ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിനിടയ്ക്ക് ഗ്രാൻഡ് പ അന്നെന്താ സുജ ഗ്യോങ്തയുടെ അച്ഛനെ സെലക്ട് ചെയ്ത് എന്നെ റിജക്ട് ചെയ്ത്
ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഗ്യോങ്തയുടെ അച്ഛനായിരുന്നു കൂടുതൽ സൗന്ദര്യം എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് സുജ. ഇത് കേട്ട് ഗ്രാൻഡ് പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞത് ആക്ച്വലി തനിക്ക് കൂടുതൽ ഫോക്കസ് വർക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തന്നെ സെലക്ട് ചെയ്യാതിരുന്നതെന്ന് പറയും. കട്ടാകുമ്പോൾ ഗ്യോങ്തയുടെ മല ഇടിച്ച് നികത്തിയിട്ടുള്ള ഗോൾഫ് കോഴ്സിന് പകരം അവിടെ ഒരു എക്കോളജിക്കൽ പാർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജിയോണിന്റെ തീരുമാനം. ഗോൾഫ് കോഴ്സ് ക്യാൻസൽ ചെയ്യുന്നതിന് ഇപ്പോൾ കാര്യമായ കുഴപ്പമൊന്നും ഗ്യോങ്തയ്ക്കില്ല. ഇപ്പോൾ ഈ എക്കോളജിക്കൽ പാർക്ക് തുടങ്ങാനായിട്ടുള്ള പുതിയ പ്രൊജക്ടിന് വേണ്ടി ന്യൂസിലാൻഡിൽ പോയി കുറച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജിയോണിന്. അവന് യൂണിനെ പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവളോട് ചെന്ന് യാത്ര ചോദിക്കുവാണ്. ഒരു മാസം എന്ന് പറയുമ്പോൾ ഇവരുടെ ബർത്ത്ഡേക്കോ ക്രിസ്മസിനോ ഇനിയിപ്പോൾ അഥവാ സ്നോ പെയ്യുകയാണെങ്കിൽ ഞാൻ നംസ ടവറിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് യൂൺ നിൽക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ എന്റെ പ്ലാൻ മൊത്തം ക്യാൻസൽ ചെയ്യാമെന്നും പറഞ്ഞ് നിൽക്കുവാണ് ജിയോ. എന്നാൽ അവളത് വെറുതെ അവന്റെ റിയാക്ഷൻ കാണാൻ വേണ്ടി പറഞ്ഞതാ. ഒരു മാസമല്ലേ, അതൊന്നും കുഴപ്പമില്ല, നീ പോയിട്ട് വരാൻ വേണ്ടി പറയും. കട്ടാക്കുമ്പോൾ ഇപ്പൊ ക്രിസ്മസ് വരാൻ പോകുവാണ്, നമുക്ക് 3 പേരും കൂടെ ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന് ചോദിക്കുവാണ്. യൂണും ജിയയും കൂടെ സോണയോട്. എന്റെ സോണയ്ക്ക് ഓൾറെഡി ദേഹോയായിട്ട് വേറെ പ്ലാൻസ് ഉണ്ട്, അതാണെങ്കിൽ ഇവരോട് പറയാനും പറ്റുന്നില്ല. എന്നിവള് പറഞ്ഞില്ലെങ്കിലും ഇവർക്ക് കാര്യം പിടികിട്ടു. ഇപ്പോ ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തരെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ജിഹി മാത്രമാണ് ഇങ്ങനെ സിംഗിൾ ആയിട്ട്. നിനക്കും ഇനി സീക്രട്ട് ആയിട്ട് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ജിഹി ചോദിക്കുമ്പോൾ ഒരാളെ കണ്ടുപിടിച്ച് ഡേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണെന്ന് പറയണം അവള്. ഈ സമയമാണ് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്ന് പുതിയ മാത്സ് ടീച്ചറെ ഇവർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പുള്ളിയാണെങ്കിൽ വളരെ യങ് ആൻഡ് ഹാൻസം. ജിഹി അവനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ്. ജിഹിയും മാത്സ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ദൗത്യം ഇവളെയാണ് പ്രിൻസിപ്പൾ ഏൽപ്പിക്കുന്നത്. അവൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതായത് ഫൈനലി ജിഹിക്കും ഒരാളെ കിട്ടിയെന്ന് നമുക്ക് പറയാം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. യൂണിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്കൊല്ലത്തെ ആദ്യത്തെ സ്നോ വീഴുന്നത്. അവൾ ഓടി നംസാൻ ടവറിലേക്ക് ചെല്ലും. പണ്ട് ജിവോണിനെ പ്രതീക്ഷിച്ച് അവൾ അങ്ങോട്ടേക്ക് ഓടി ചെന്നതുപോലെ. കുറച്ചു കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയം ജിവോൺ അവളെ കോൾ ചെയ്യും. യൂൺ, നീ എവിടെയുള്ളേ? ദേ സ്നോ പെയ്യുന്നുണ്ട് എന്നിത് കേട്ട് നീ എന്താ ഞാൻ പൊട്ടിയാണെന്നാണ് ഓർത്തെ? ന്യൂസിലാൻഡിൽ ഇപ്പൊ സമ്മർ അല്ലേ എന്ന് ചോദിക്കുകയാണോ? എന്നപ്പോഴാണ് അവിടെ ദൂരെയായിട്ട് നിൽക്കുന്ന ജിവോണിനെ ഇവള് കാണുന്നത്. പ്രതീക്ഷിക്കാതെ അവൻ അവിടെ കണ്ട സന്തോഷം അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് ഓടി ചെന്ന് അവനെ ഹഗ് ചെയ്യുവാണ്. ഇന്ന് സ്നോ പെയ്യുമെന്ന് കാലാവസ്ഥക്കാർ പറയുന്നത് കേട്ടപ്പോഴേ പെട്ടിയും സാധനങ്ങളും എടുത്ത് അവൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. കാരണം ഇപ്രാവശ്യം ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്യിക്കില്ലെന്ന് അവനുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ അവൾക്ക് ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് ഒരു റെഡ് സ്കാർഫും ഉണ്ട്. പണ്ട് ജിവോണിനെ കാണാൻ വന്നപ്പോൾ അവൻ കയ്യിൽ കരുതിയിരുന്ന പോലെ തുറണം. പണ്ട് ഇവള് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇവനോട് ചോദിച്ച അതേ റെഡ് സ്കാർഫ്. കേട്ടാകുമ്പോൾ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് ജിവോണും യൂണും ഡേറ്റ് ചെയ്യുന്ന സമയം യൂണിപ്പോ ജിവോണോട് ചോദിക്കുവാണ്, നിനക്ക് ഓർമ്മയുണ്ടോ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിച്ചത്? അതതിന് പകുതിക്ക് വെച്ച് ക്യാൻസൽ ആയി പോയില്ലേ എന്ന് ജിവോൺ ചോദിക്കുമ്പോൾ അപ്പൊ അത്രയും നീ ഓർക്കുന്നുള്ളൂ എന്നും ചോദിച്ചിരിക്കുവാണ് യു. കാരണം അന്ന് ആ വെഡിങ് ഡേ യൂണിനെ വേണ്ടാന്നും പറഞ്ഞ് ജിവോൺ കരഞ്ഞതും അവൾ അത് കേട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് മാറി നിൽക്കുന്നതും മാത്രമല്ലേ നമ്മൾ കണ്ടുള്ളൂ. അതിനുശേഷം യൂൺ ജിവോണിന്റെ അടുത്തേക്ക് വരും. അവന്റെ കഥയെ പിടിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ജിസുവിനെ കല്യാണം കഴിക്കാതെ എന്നെ കല്യാണം കഴിക്കുക, എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞ് ഒരു ഉമ്മയും കൊടുക്കും. അങ്ങനെ ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ആ ഒരു പ്രോമിസ് സാധിച്ചിരിക്കുവാണ്. പരസ്പരം കണ്ട അടി മാത്രം ഉണ്ടാക്കിയിരുന്ന ഇവര് പിന്നീട് ഡേറ്റ് ചെയ്യുന്നു. ഒരു സമയത്ത് വെച്ച് പിരിയുന്നു, വീണ്ടും കണ്ടുമുട്ടുന്നു, ഇഷ്ടത്തിലാകുന്നു. അവസാനം അങ്ങനെ അവർ ഒരുമിക്കുന്നു. ഈ ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി എൻഡിങ് കാണിച്ചാണ് നമ്മുടെ ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. എനിവ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് എൻഡിങ് തന്നെയായിരുന്നു. നിങ്ങൾക്കും ഡ്രാമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.